ന്റെ മുന്നിൽ നിന്ന് എങ്ങനെയാ തിരിച്ചു വരാൻ പറ്റിയത്? എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാനെങ്ങാനുമായിരുന്നെങ്കിൽ യാ റസൂലല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അങ്ങ് കണ്ട ചൈതന്യമുണ്ടല്ലോ, അങ്ങ് കണ്ട ചൈതന്യത്തിന്റെ കോടാനുകോടിയിൽ ഒരു അംശമെങ്ങാനും ഞാനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നബിയെ, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു വരില്ലായിരുന്നു നബിയെ. എങ്ങനെയാണ് മിഅ്റാജിന്റെ രാത്രിയിൽ അങ്ങയുടെ ഈ ശിരസ്, അങ്ങയുടെ ഈ കണ്ണുകൊണ്ട് അങ്ങ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടതിന് ശേഷം എങ്ങനെ തിരിച്ചു വന്നു യാ റസൂലല്ലാഹ്? പക്ഷേ എനിക്കറിയാം നബിയെ. ഇത് പറഞ്ഞിട്ട് മഹാനായ അബ്ദുൽ ഖുദ്ദൂസ് എന്ന അല്ലാഹുവിന്റെ മഹാനായ വലിയ പറയുകയാണ്, എനിക്കറിയാം നബിയെ, അങ്ങ് എന്തുകൊണ്ടാ തിരിച്ചു വന്നതെന്ന് എനിക്കറിയാം. അങ്ങയുടെ ഉമ്മത്തിയോടുള്ള പ്രേമം കൊണ്ടാ. അങ്ങയുടെ അകതാരിൽ അങ്ങക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് നബിയെ. അങ്ങയെ സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനായ അല്ലാഹു അല്ലാതെ എന്തെല്ലാം ഇവിടെ ഉണ്ടോ, അർശ്, കുർസി, ലൗഹ്, ഖലം, സർവ്വ അത്ഭുതങ്ങളും സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനായ, സർവ്വ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിന് കാരണക്കാരനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി സൃഷ്ടിച്ച പ്രകാശമാരുടെയാണോ, ആ പ്രകാശത്തിന്റെ ഉടമയായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങക്ക് ഇങ്ങോട്ട് തിരികെ വരാൻ കഴിയില്ലായിരുന്നു എന്നെനിക്കറിയാം. പക്ഷേ അങ്ങ് തിരിഞ്ഞു വന്നത് എന്തുകൊണ്ടാ? അങ്ങ് ആകാശത്തിന്റെ അത്ഭുതങ്ങളിൽ നിന്ന് ഇങ്ങ് താഴേക്ക് വരാൻ അള്ളാഹുവിനോട് സമ്മതം മൂളിയത് എന്തുകൊണ്ടാ? അങ്ങയുടെ ഉമ്മത്തികളോട് അങ്ങയ്ക്കുള്ള പ്രേമം കൊണ്ടാണ് നബിയെ, അങ്ങയ്ക്കുള്ള ഇഷ്ടം കൊണ്ടാണ് നബിയെ, അങ്ങയ്ക്കുള്ള സ്നേഹം കൊണ്ടാണ് നബിയെ. അങ്ങയെ അല്ലാഹു തആല വിളിച്ചു വരുത്തിയിട്ട് അങ്ങയുടെ ഏറ്റവും വലിയ വേദനയുടെ അവസരത്തിലാ വിളിച്ചു വരുത്തിയത്. ഒരു കൊച്ചു കുഞ്ഞ് താഴെ വീഴുമ്പോൾ പിതാവിന്റെയോ മാതാവിന്റെയോ അടുക്കൽ നിന്ന് ഓടിപ്പോയ ഒരു കുഞ്ഞ് താഴെ വീണിട്ട് നെറ്റി പൊട്ടി വലിച്ചു പൊട്ടിക്കരയുന്ന പിഞ്ചു കുഞ്ഞിനോട് ഉപ്പാന്റെ ഉമ്മാന്റെ പൊന്നുമോനിങ് വാ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചിട്ട് നെഞ്ചോടടുപ്പിച്ച് സമാധാനിപ്പിക്കുന്നത് പോലെ അങ്ങയുടെ പ്രിയപ്പെട്ട അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ മരണപ്പെട്ടു, അങ്ങയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അബൂ താലിബ് മരണപ്പെട്ടു, അങ്ങയുടെ വലം കൈ നഷ്ടപ്പെട്ടു, അങ്ങയുടെ ഇടം കൈ നഷ്ടപ്പെട്ടു. അങ്ങ് നിസ്സഹായനെ പോലെ ആയ നിമിഷം അങ്ങ് പരിശുദ്ധമായ അങ്ങയുടെ പ്രബോധനത്തിന്റെ സന്ദേശം, അങ്ങയ്ക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടിയ സന്ദേശം എത്തിക്കാൻ ഈ ജനത മൊത്തം ഇത് തള്ളിക്കളഞ്ഞപ്പോൾ അങ്ങയുടെ പ്രിയപ്പെട്ട മാതാവിന്റെ നാടായ ത്വായിഫിലേക്ക് പോയി. ത്വായിഫിൽ ചെന്നിട്ട് അവിടെ നിന്നും അങ്ങയ്ക്ക് കല്ലേറ് കൊണ്ടു. അങ്ങയുടെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. അങ്ങ് അവിടെ നിന്ന് കണ്ണീരോടുകൂടി കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ അങ്ങയ്ക്ക് തിരികെ വരേണ്ടി വന്നു. ഈ വേദനയുടെ അവസരത്തിലാ, ഈ പ്രയാസത്തിന്റെ അവസരത്തിലാ, എല്ലാവരും അങ്ങയെ പരിഹസിക്കുന്ന അവസരത്തിലാ, അങ്ങയുടെ നാഥനായ അല്ലാഹു റബ്ബുൽ